ചലച്ചിത്ര താരങ്ങളുടെ ലഹരി ഉപയോഗം വീണ്ടും ചർച്ചയാകുന്നു. ആലപ്പുഴയിൽ 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തതോടെയാണ് സിനിമാ മേഖലയിലെ ലഹരി ബന്ധം വീണ്ടും ചർച്ചയാകുന്നത്. കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താൻ, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത്. തന്റെ പക്കൽ നിന്ന് നേരിട്ട് ലഹരിമരുന്ന് വാങ്ങി ഉപയോഗിക്കുന്ന സിനിമാ മേഖലയിലുള്ളവരുടെ പേരുകളും തസ്ലീമ എക്സൈസ് സംഘത്തോട് വെളിപ്പെടുത്തി. സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് കഞ്ചാവും ലഹരി വസ്തുക്കളും കൈമാറാറുണ്ടെന്ന് പിടിയിലായ തസ്ലീമ സുൽത്താൻ എക്സൈസിനോട് വെളിപ്പെടുത്തിയതോടെയാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വീണ്ടും ചർച്ചയാകുന്നത്. വാട്സാപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖരടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സാപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി. ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ കൂടുതൽ ബന്ധങ്ങൾ അന്വേഷിക്കുകയാണ് എക്സൈസ് സംഘം. സിനിമാ മേഖലയിൽ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇനി വെരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലുള്ള രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഓമനപ്പുഴ തീരദേശ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി 2 അംഗ സംഘത്തെ പിടികൂടിയത്. കണ്ണൂർ സ്വദേശി ക്രിസ്റ്റീന എന്ന് വിളിപ്പേരുള്ള തസ്ലീമ സുൽത്താൻ, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത്. കഞ്ചാവ് കടത്തിയ കാറും സംഘം പിടിച്ചെടുത്തു. കഞ്ചാവും MDMAയും കടത്തുന്ന സംഘത്തിന്റെ മുഖ്യ കണ്ണിയാണ് തസ്ലീമ. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയും കൊച്ചിയുമാണ് താവളം. ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധമാണ് ലഹരി കച്ചവടത്തിലേക്ക് വഴിതിരിച്ചത്. സെക്സ് റാക്കറ്റ് കേസിൽ മുമ്പ് 1 തവണ ഇവർ പിടിയിലായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എക്സൈസ് സംഘം. അമൃത ന്യൂസ്, ആലപ്പുഴ.